ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ KL ബ്രോ ബിജു ഋത്വിക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അറിയാത്ത ആൾക്കാർ ചുരുക്കമായിരിക്കും, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അത്രയ്ക്കും ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിച്ച ഒരു യൂട്യൂബ് കുടുംബമാണ് അവരുടെ എന്ന് പറയുന്നത്. എല്ലാ ആൾക്കാരും ഈ പറയുന്ന ചാനലിൻ്റെ മുന്നിലേക്ക് വരുന്നു. അവരുടെ കുടുംബം തന്നെയാണ് അവരുടെ ഈ പറയുന്ന, അല്ലെങ്കിൽ കുടുംബ വിശേഷങ്ങളാണ് അവർ മുന്നോട്ട് കൊണ്ടുവരുന്നത്. പിന്നെ കുറേയധികം അവർ ഏറ്റവും കൂടുതൽ ഷോർട്സിലൂടെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളതെന്ന് പറയുന്നത്. ഇതിലപ്പുറത്തേക്ക് എല്ലാവരും അറിയാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ നിന്ന് ഞെട്ടിച്ച ഒരു യൂട്യൂബ് കുടുംബം എന്ന് പറയുന്നത്. കാരണം 5 കോടി സബ്സ്ക്രൈബേഴ്സ് പരമാണ് അവർക്കുള്ളതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ യൂട്യൂബിൽ നിന്ന് വാരിക്കൂട്ടിയ ആൾക്കാരാണ് അവരെന്ന് പറയുന്നത്. എപ്പോഴും നമുക്കറിയാം, ഒരു കോയിന് 2 വശം ഉണ്ടെന്ന് പറയുന്ന കണക്ക് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. എത്ര പോസിറ്റിവിറ്റി നിറയ്ക്കാൻ ആൾക്കാർ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് നെഗറ്റീവായിട്ടുള്ള ഒരംശമെങ്കിലും കലർത്താൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരെന്ന് പറയുന്നത്. അവരുടെ സംഭാവനയായിട്ട് ഇവരെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഇവരെപ്പോഴും നന്മമരം ചമയമാണ്, ഇത്രയും എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ആർക്കും കഴിയത്തില്ല, ഇവരെപ്പോഴും ചിരിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടും തമാശ കൊണ്ട് മാത്രമാണ് മുന്നോട്ട് വരുന്നത്. അതിലപ്പുറത്തേക്ക് അവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് യൂട്യൂബ് വരുമാനത്തെക്കുറിച്ചൊക്കെ, അതൊക്കെ കുറച്ചതാണെന്നൊക്കെ പറയുന്ന സമയത്ത് ആൾക്കാർ പറഞ്ഞു ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നിട്ടും അവർക്ക് എന്തുകൊണ്ട് യൂട്യൂബിൽ വരുമാനം കുറവാവുന്നത്, അല്ലെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് ഇത്രയും ചുരുക്കി, അല്ലെങ്കിൽ വലിയ വേറെ ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത്രയും പോലും ഇല്ല, കുറച്ച് മാത്രമേ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ, കുറച്ച് മാത്രമേ പൈസ കിട്ടുള്ളൂ, എന്നാൽ പോലും അവരുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളാണ് അവർ കൊണ്ടുവന്നിട്ട് കാണിക്കുന്നത്. പക്ഷെ ഇവർ അതേപോലെ തന്നെ മുന്നോട്ട് പോവുക, ഒരു തരത്തിലുള്ള എന്താ പറയുന്നത്, കോപ്രായങ്ങൾ ചുരുക്കി കഴിഞ്ഞാൽ അതൊന്നും കാണിക്കുന്നില്ല. അതുകൊണ്ട് ആൾക്കാർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ കുറ്റം പറയുന്നുണ്ട്, ഇവർ അഭിനയിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്നിരുന്നാൽ പോലും അതൊരു സമൂഹമാണ്, അതിനെ മാറ്റാൻ പറ്റത്തില്ല, അത് അവിടെ കിടക്കട്ടെ. പക്ഷേ ഇവരിപ്പോൾ ഞാൻ വന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവരെ പറ്റി പുറമേ വന്നിട്ടൊരു കാര്യമാണ്, അത് സത്യമാണോ എന്നറിയത്തില്ല, സത്യമാണെന്നുള്ള രീതിക്കാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അതായത് ഇദ്ദേഹം ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, യൂട്യൂബ് കുടുംബം, അത് കേരളത്തിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. ഏകദേശം 3.5 കോടിയൊക്കെ ജനങ്ങൾ മാത്രം അധിവസിക്കുന്ന ഈ ഒരു കേരളത്തിൽ നിന്നുള്ള യൂട്യൂബേഴ്സ് എങ്ങനെയാണ് 5 കോടിയൊക്കെ ഉണ്ടാക്കിയെടുത്തു എന്നൊക്കെ പറയുന്നത്, അതിൽ പോലും കള്ളത്തരങ്ങൾ ചേർക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്ക് ആ ഒരു യൂട്യൂബ് ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, അതിനകത്ത് കവി എന്ന് പറയുന്നത് കർണാടകക്കാരിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സംസ്ഥാനത്തെ ആൾക്കാരുടെ സപ്പോർട്ട് കൂടി ഇവർക്കുണ്ടാവും. ഇനി അതിലപ്പുറത്തേക്ക് ഇവർ ഷോർട്സ് ആണ് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത്, അതാണ് ഏറ്റവും ട്രെൻഡിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് അവരുടെ ആദ്യം മുതൽ തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അവർ അതിനകത്ത് ചെയ്യുന്നതെന്ന് പറയുന്നത്, അതിനകത്ത് പ്രത്യേകിച്ച് മലയാള ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഷോർട്സും അല്ല, അവരൊരു പാട്ടിടുന്നു, അതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഇടുന്നു, അതിലപ്പുറത്തേക്ക് അവർ എന്തെങ്കിലുമൊക്കെ അഭിനയമാണ്, എന്തെങ്കിലുമൊക്കെ കുഞ്ഞു എന്തെങ്കിലുമൊക്കെ മൊമെന്റ്സ് എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് അങ്ങനെ ഒരു സംഭവമാണ്, മെസ്സേജ് തരുന്നത് പോലുള്ള കാര്യങ്ങളാണ് അവർ ഷോർട്സ് ആയിട്ട് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു ഭാഷയുടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും ഇത് കാണാം, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഓൾറെഡി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ കേരളത്തിൽ മാത്രമല്ല, ഭാഷയ്ക്ക് അതീതമായിട്ടാണ് അവർ ഷോർട്സ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇത്രയുള്ള കാര്യം എന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് അവർക്ക് സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കൂടുന്നത്. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ലോങ് വീഡിയോ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഷോർട്സ് വീഡിയോസിനകത്താണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കൂടുന്നതെന്ന് പറയുന്നത്. അത് നല്ല ട്രെൻഡിങ് ആയിട്ട് നല്ല രീതിക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും കയറി പോകുന്നതെന്ന് പറയുന്നത്. അപ്പം ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്തരത്തിലുള്ള ഒരു വലിയ സ്വീകാര്യം കിട്ടിയിട്ടുള്ളതെന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന കണക്ക് ഇപ്പോൾ അവർ ചെയ്ത കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന യൂട്യൂബ് കുടുംബം, അല്ലെങ്കിൽ അതിൻ്റെ നമുക്കറിയാമല്ലോ CEO മറ്റു ആൾക്കാർ, അദ്ദേഹത്തിനെ നേരിട്ട് കാണാൻ വേണ്ടി ഇദ്ദേഹത്തിന് ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പോയ സമയത്ത് അദ്ദേഹം ചില കാര്യങ്ങൾ CEO ആയിട്ട് സംസാരിച്ചു. ആ കാര്യങ്ങൾ യൂട്യൂബ് കണക്കിലെടുത്തു എന്നാണ് പറയുന്നത്. ആ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ഷോർട്സ് വീഡിയോയെ കുറിച്ചാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത് എപ്പോഴും 60 സെക്കൻഡ്, 1 മിനിറ്റുള്ളിൽ തയ്ക്കുള്ളൂ എന്നുള്ള കാര്യമാണ്. 1 മിനിറ്റ് അതിൽ താഴെ ഇതാണ് നിൽക്കുന്നതെന്ന് പറയുന്നത്. അതിൽ കൂടി കഴിഞ്ഞാൽ അത് ലോങ് വീഡിയോ ആയിട്ട് മാറും, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടൊക്കെ ഒരു ഷോർട്ട് വീഡിയോ ഇടുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് സംസാരിച്ച് ചുരുക്കി, എത്രത്തോളം ചുരുക്കാമോ അത്രത്തോളം ചുരുക്കി ആ ഒരു 60 സെക്കൻഡിനുള്ളിൽ പറഞ്ഞു തീർക്കുമ്പം ചിലപ്പോഴൊക്കെ ഈ പറയുന്ന ആൾക്കാർക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ആശയം കിട്ടണമെന്നില്ല. കാരണം അത്രയും നമ്മൾ ചുരുക്കേണ്ടിയിരിക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് വരാറുണ്ട് ഓരോ വീഡിയോസിനും, അല്ലെങ്കിൽ അതിനൊരു പരിമിതിയുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങളായതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു, ഈ പറയുന്ന ഷോർട്ട് വീഡിയോയുടെ ടൈം എന്ന് പറയുന്നത് കുറച്ചുകൂടി ലെങ്തി ആക്കാൻ പറ്റും, അങ്ങനെ എന്തോ സംസാരം നടന്നു. അതിൻ്റെ ഭാഗമായിട്ട് 3 മിനിറ്റ് വരെ ഉള്ളതെന്നാണ് കേൾക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വരെയുള്ള ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ചർച്ച നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാണ്, നിലവിൽ വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഈ പറഞ്ഞ കാര്യവും അത് കണക്കിലെടുത്ത് അത് മുന്നോട്ട് നീങ്ങുന്നു എന്ന് പറയുന്ന കാര്യവും യാഥാർത്ഥ്യത്തിലുള്ള കാര്യമാണ്. അപ്പം 3 മിനിറ്റ് ഒന്നും ആയില്ലെങ്കിലും ഏകദേശം ഒരു 1.5 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ ഷോർട്ട്
ഷോർട്ട് വീഡിയോ ആക്കാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. കാരണം നമ്മൾ അങ്ങനെ ഷോർട്ട് വീഡിയോ, കാരണം നമ്മൾ ലോങ് വീഡിയോസ് ചെയ്യുന്നതിൻ്റെ കണ്ടന്റ് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഷോർട്ട് വീഡിയോ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഷോർട്ട് വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് പെട്ടെന്ന് എത്തുന്നതെന്ന് പറയുന്നത്. കുറേ കണ്ടിരിക്കാതെ അവർ അപ്പം അത് കണ്ടിട്ട് ആ ഒരു കണ്ടന്റ്, ആ ഒരു മിനിറ്റിൽ നമ്മൾ പറയുന്ന കാര്യം എന്താണോ അത് ആൾക്കാരിലേക്ക് എത്തി അവർക്ക് കേൾക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അത് റിലേറ്റഡ് വീഡിയോയിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആ ഓപ്ഷനിലേക്ക് പോയി നമ്മുടെ വലിയ ലോങ് വീഡിയോസ് കാണാം, അങ്ങനെ വ്യൂസ് കയറാറുണ്ട്. ഇങ്ങനെയൊക്കെ യൂട്യൂബിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് ചില വിവരങ്ങളൊക്കെ ഈ പറയുന്ന ഷോർട്ട് വീഡിയോയ്ക്ക് കുറച്ചൊരു 1.5 മിനിറ്റൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു അർത്ഥതലം അല്ലെങ്കിൽ ആ ഒരു എന്തിനാണോ നമ്മൾ പറയുന്നത് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറഞ്ഞ ഒരു മീനിങ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് ആൾക്കാരിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. നമുക്ക് ചുരുക്കുന്നതിന് ഭയങ്കരമായിട്ട് ചുരുക്കിക്കൊണ്ടാണ് നമ്മളിരിക്കുന്നത് ഈ 1 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വല്ലാത്ത ഷോർട്ട് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമായിരിക്കും. അപ്പം അങ്ങനെ ഒരു കാര്യമൊക്കെ ഈ ഒരു കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നു എന്ന് കേൾക്കും തന്നെ അത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കാരണം അവരും ഈ പറയുന്ന ഷോർട്ട് വീഡിയോയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടന്റുകളൊക്കെ കൊണ്ടുവരാനൊക്കെ ഇങ്ങനെ ക്രമം മാറ്റുന്ന സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കും. അപ്പം അത് എത്രയും പെട്ടെന്ന് പ്രായോഗിക തലത്തിൽ വരട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ഒരു കുടുംബം ചെയ്തിട്ടുണ്ട്, അത് വലിയൊരു കാര്യമാണല്ലോ. അപ്പം ഈ ഒരു വീഡിയോയിലൂടെ ഇത് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഒരുപാട് ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യമായിരിക്കും യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞത്. അപ്പം നമുക്കൊക്കെ എനിക്ക് മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുന്നവർ, ഷോർട്ട് വീഡിയോ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ലെങ്ത് നമ്മൾ എപ്പോഴും കട്ട് ചെയ്തല്ലെന്നുണ്ടെങ്കിൽ അത് മിനിമൈസ് ചെയ്ത് കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നതെന്ന് പറയുന്നത് പലപ്പോഴും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിൽ നിന്ന് അടിച്ച് കളയേണ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പം ആ ഒരു സംഭവം എന്ന് പറയുന്നത് കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ടൈം കൂടുമ്പോൾ തന്നെ അതിനനുസരിച്ചും നമുക്കറിയാവുന്നവരാണ് അതിലും വാച്ച് ഓവറൊക്കെ കയറുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യം ഡോളറായാലും കയറുന്ന കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ. അപ്പം അതൊക്കെ സംഭവിക്കും. അപ്പോൾ നല്ലൊരു തീരുമാനമാണ് ആ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു യൂട്യൂബ് ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അത് വലിയ കാര്യമാണ്, അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തുവാ ഇത് അവരുടെ ഭാഗത്ത് നിന്ന് നടന്നിട്ട് തന്നെ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ട് തന്നെ നടന്നൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അവർക്ക് കൺഗ്രാറ്റ്സ് തന്നെ പറയണം, ഒരുപാട് നന്ദി പറയണം. കാരണം ഞാനൊരു യൂട്യൂബ് ചാനൽ നടത്തുന്ന വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പറയേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ അറിഞ്ഞൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം.